പെർമ്യൂട്ടേഷൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഫാക്ടോറിയൽ നൊട്ടേഷൻ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്നൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n മുതൽ n-1 n-2 അങ്ങനെ ഒന്ന് വീതം കുറച്ച് 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് n ഫാക്ടോറിയൽ എന്ന് പഠിച്ചു. പിന്നെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പഠിച്ചു. ഒരു കാര്യം m രീതിയിലും തുടർന്നൊരു കാര്യം n രീതിയിലും ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ടും ഒരുമിച്ചാണെങ്കിൽ m×n രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അത് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രോബ്ലവും നമ്മൾ ചെയ്തു. ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ? അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പെർമ്യൂട്ടേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറേഞ്ച്മെൻ്റ് എന്നാണ്. പെർമ്യൂട്ടേഷൻ മീൻസ് അറേഞ്ച്മെൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 ആൾക്കാരാവട്ടെ, അല്ലെങ്കിൽ 10 ആൾക്കാർ നിന്ന് കരുതുക. ഈ 10 പേരെ നമുക്കൊരു റോയിൽ അറേഞ്ച് ചെയ്തിരുത്തണം, ഒരു ലൈനായിട്ട് ഇരുത്തണം. അത് 10 പേരെ മുഴുവൻ പേരെയും എടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അപ്പോൾ 4 പേരെയോ അല്ലെങ്കിൽ 5 പേരെയോ മാത്രം സെലക്ട് ചെയ്ത് അവരെ ഇരുത്താം. ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കുറേ പേരുണ്ട്. അത് ആളുകളാവാം, സാധനങ്ങളാവാം, ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, എന്തും ആവാം. ആ കുറേ എണ്ണം ഉള്ളതിൽ അതിൽ ഒന്നുകിൽ എല്ലാ എണ്ണവും അതല്ലെങ്കിൽ അതിലെ കുറച്ച് സെലക്റ്റഡ് എണ്ണത്തെ ഒരു ലൈനിൽ അല്ലെങ്കിൽ റോയിൽ അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് തുടങ്ങാം. ഇപ്പം ഞാൻ 4 ലെറ്റേഴ്സ് എടുക്കുക, ABCD. ഈ ABCD 4 ലെറ്റേഴ്സിന് അറേഞ്ച് 4 ലെറ്റേഴ്സ് ടേക്കൺ 2 അറ്റ് എ ടൈം. ഒരു 2 എണ്ണം വീതം എടുത്ത് അറേഞ്ച് ചെയ്യുക. 4 എണ്ണം ഉണ്ടെങ്കിലും 4 എടുക്കുന്നില്ല, അറ്റ് എ ടൈം 2 എണ്ണം എടുക്കുന്നുള്ളൂ. ഒന്ന് അറേഞ്ച് ചെയ്യുക. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. എനിക്ക് എയും ബി എടുക്കാമല്ലോ. 4 എണ്ണം ABCD 4 എണ്ണം എയും ബി എടുക്കാം. എയും ബി എടുത്താൽ എനിക്ക് AB എന്ന് അറേഞ്ച് ചെയ്യാം, തിരിച്ച് BA എന്ന് അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെൻറ്റുകളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി എയും ബിയും തന്നെ എടുക്കണമെന്നില്ല, എയും സി എടുക്കാം. അപ്പോൾ AC എന്ന് അറേഞ്ച് ചെയ്യാം, CA എന്ന് അറേഞ്ച് ചെയ്യാം. അടുത്തത് എയും ഡിയും എടുക്കാം. അപ്പോൾ AD എന്ന് അറേഞ്ച് ചെയ്യാം, DA എന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ബിയും സി എടുക്കാം, എന്നിട്ട് BC എന്നും തിരിച്ച് CB എന്നും അറേഞ്ച് ചെയ്യാം. ഇനി ബിയും ഡിയും എടുക്കുക, ദെൻ അതിനെ BD എന്ന് അറേഞ്ച് ചെയ്യാം, DB എന്ന് അറേഞ്ച് ചെയ്യാം. അടുത്തത് സിയും ഡി എടുക്കുക, അപ്പോൾ CD എന്ന് അറേഞ്ച് ചെയ്യാം, DC എന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 4 എണ്ണമാണ് ഉള്ളത്. ABCD 4 ലെറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം 4 ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ലെറ്റേഴ്സോ നമ്പേഴ്സോ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ എന്തും ആകാമെന്ന് പറഞ്ഞല്ലോ. അവിടെ ജനറലി നമുക്ക് 4 ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. 4 ഒബ്ജക്ട്സ് എടുത്തിട്ട് അതിൽ 2 അറ്റ് എ ടൈമാണ് സെലക്ട് ചെയ്തത്. എല്ലാം എടുത്തില്ല, 2 അറ്റ് എ ടൈമാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു റോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം. നമുക്ക് അറേഞ്ച്മെൻറ്റുകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 and 12. ഇപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 12 ആണ്. അപ്പോൾ ഇവിടെ 4 ഒബ്ജക്ട്സ് ആണുള്ളത്. ആ 4 ഒബ്ജക്ട്സിൽ 2 അറ്റ് എ ടൈമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, എന്നിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് 12. അപ്പോൾ നമ്മൾ പറയും നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ആ അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളതിന് പകരം പുതിയൊരു വാക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഇപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ഹൗ മെനി ഒബ്ജക്ട്സ് ഓഫ് 4 ഒബ്ജക്ട്സ്, 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണം എടുത്ത്? ടേക്കൺ 2 അറ്റ് എ ടൈം, 2 എണ്ണം എടുത്ത്. ഒരു സമയത്ത് 2 എടുത്തുള്ളൂ. 4 ഉണ്ടെങ്കിലും 4 എടുത്തില്ല, ഒരു സമയത്ത് 2 എടുത്തുള്ളൂ. അതാണ് പറഞ്ഞത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 4 ഒബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം. 4 ഉള്ളതിൽ 2 എണ്ണം എടുത്ത് ഒരു സമയത്ത് അറേഞ്ച് ചെയ്തു. അപ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ നമ്പറാണ് 12. ആ എണ്ണം നമ്മൾ അറേഞ്ച്മെൻറ്റുകൾ എഴുതിയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഞാനൊരു പുതിയ സിമ്പൽ പരിചയപ്പെടുത്തുകയാണ്. 4 ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 2 എടുത്ത് അറേഞ്ച് ചെയ്തപ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെ 4P2 എന്ന് എഴുതുന്നു. 4P2 മീൻസ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 4 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 4 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്, ടേക്കൺ 2 അറ്റ് എ ടൈം. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 4 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം. ഇവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇഫ് ദ ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്, ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ആവർത്തിക്കാൻ പാടില്ല. ഒരെണ്ണം തന്നെ ആവർത്തിച്ച് വന്നിട്ടില്ല, വീണ്ടും A അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ 4
P2. ജനറലി n ഓബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആകെ n ഓബ്ജക്ട്സ് ഉണ്ട് എങ്കിൽ അതിൽ 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ, സ്മോൾ ലെറ്റർ R ആണ് ഉദ്ദേശിച്ചത്, 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആണ്, അതിൽ അറ്റ് എ ടൈം 6 എണ്ണം എടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ഒബ്ജക്ട്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നുമില്ല എങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് NPR, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ് ആണ് ടേക്കൺ 6 അറ്റ് എ ടൈം. ഒരേ സമയത്ത് 6 എണ്ണമേ എടുക്കുന്നുള്ളൂ. ആൻഡ് ഇഫ് ദ ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്, ആ ഒബ്ജക്ട്സ് ആവർത്തിക്കുന്നുമില്ല എങ്കിൽ ആ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്, ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെയാണ് ഈസ് ഡിനോട്ടഡ് ബൈ NPR. NPR എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. വേറൊരു സിമ്പിൾ കൂടിയുണ്ട്, PNR. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ NPR എന്ന സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. R സഫിക്സ് ആയിട്ട് എഴുതണം, NPR. അപ്പോൾ NPRൽ n എന്ന് പറയുന്ന ടോട്ടൽ ഒബ്ജക്ട്സിൻ്റെ എണ്ണമാണ്. R എന്ന് പറയുന്നത് ഒരു സമയത്ത് എത്ര എണ്ണം എടുക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാം എടുക്കാം, എല്ലാം എടുത്താൽ അത് NPN ആവും. എണ്ണോ എടുത്താൽ NPN ആവും. അപ്പം 5 എണ്ണമുണ്ട്, 3 എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെ 5P3 എന്ന് എഴുതും. 5 എണ്ണമുണ്ട്, ഒരു സമയത്ത് 2 എടുക്കുന്നതെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെ 5P2 എന്ന് എഴുതും. 5 എണ്ണമുണ്ട്, 5 എടുക്കുകയാണെങ്കിൽ 5P5 എന്ന് എഴുതും. അപ്പോൾ NPR എന്ന് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ, ടോട്ടൽ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ ഒരു സമയത്ത് 6 എണ്ണം എടുക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. പക്ഷേ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ n ഒബ്ജക്ട്സും n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഒബ്ജക്ട്സ് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ, ഈ ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 2, 3, 4, 5, 6, 7. ഇവിടെ നോക്കിയേ, 2, 3, 4, 5, 6, 7, 6 ഡിഫറൻറ്റ് ഡിജിറ്റ്സ് ആണ്. നമുക്ക് 6 ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആയിട്ട് കണക്കാക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ്, എത്ര 4 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യണം? ഈ 4 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെൻറ്റാണ്, അതൊരു പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്ത പ്രോബ്ലം ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇവിടെ 2, 3, 4, 5, 6, 7 ആണ് ഡിജിറ്റ്സ്. 6 ഡിജിറ്റുകളാണുള്ളത്, 6 ഡിഫറൻറ്റ് ഡിജിറ്റ്സ് ആണുള്ളത്. ഇനി ആ പ്രോബ്ലത്തിൽ നമ്മൾ എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്, ഡിജിറ്റ് ആവർത്തിക്കാൻ പാടില്ല. കണ്ടോ, ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആണ്, ഡിജിറ്റ് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 ഉപയോഗിച്ചു, ആദ്യത്തെ ആ നമ്പർ ഫോം ചെയ്യാനായിട്ട് ആദ്യത്തെ സ്ഥാനത്ത് 2 എഴുതിയാൽ ആ 2 പിന്നീട് എഴുതാൻ പാടില്ല എന്നർത്ഥം. ഇനി ഇപ്പോൾ 5 എഴുതി, ആ 5 പിന്നീട് എഴുതാൻ പാടില്ല, അതാണ് നോട്ട് റിപ്പീറ്റഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാലോ, 2 എഴുതി വീണ്ടും നമുക്ക് 2 ഉപയോഗിക്കാം, ആ ഒബ്ജക്റ്റ് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അതാണ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ അവിടെ വേറൊരു സംശയം, ഈ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് സെയിം ഒബ്ജക്ട്സ് എന്താ, അത് നമ്മൾ പിന്നീട് പഠിക്കുന്ന. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇക്വേഷൻ എന്ന വേർഡിലെ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം. ഇക്വേഷൻ എന്ന വേർഡ്, ഇക്വേഷൻ എന്ന വേർഡിൽ EQUATION ഡിഫറൻറ്റ് ലെറ്റേഴ്സാണ്, ഡിഫറൻറ്റ് ഒബ്ജക്ട്സാണ്. നേരെ മറിച്ച് പറയുകയാണ് മലയാളം എന്ന വേർഡ്. മലയാളം എന്ന വേർഡ് പറയുമ്പോൾ MALAYALAM, അവിടെ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അല്ല, കാരണം M തന്നെ ആവർത്തിക്കുന്നത്. MALAYALAM, M ആവർത്തിക്കുന്നുണ്ട്, A ആവർത്തിക്കുന്നുണ്ട്, L ആവർത്തിക്കുന്നുണ്ട്, ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അല്ല, ഒബ്ജക്ട്സ് സെയിമായി വരുന്നുണ്ട്. ആ വ്യത്യാസം മനസ്സിലായല്ലോ, ഡിഫറൻറ്റ് ഒബ്ജക്ട്സും സെയിം ഒബ്ജക്ട്സും ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇല്ലേ, ഇക്വേഷൻ എന്ന വേർഡ് പറയുമ്പോൾ അതിനകത്തുള്ള ലെറ്റേഴ്സ് എല്ലാം ഡിഫറൻറ്റ് ലെറ്റേഴ്സാണ്, ഡിഫറൻറ്റ് ഒബ്ജക്ട്സാണ്. പക്ഷേ മലയാളം എന്ന വേർഡ് പറയുമ്പോൾ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അല്ല, സെയിം ഒബ്ജക്റ്റ് തന്നെ ആവർത്തിച്ച് വരികയാണ്. ഇനി ഡിഫറൻറ്റ് ഒബ്ജക്റ്റിൽ തന്നെ റിപ്പീറ്റഡും ഉണ്ട്, നോട്ട് റിപ്പീറ്റഡും ഉണ്ട്. 2, 3, 4, 5, 6, 7 ഇത് ഡിഫറൻറ്റ് ഒബ്ജക്ട്സാണ്. പക്ഷേ നോ ഡിജിറ്റ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് ഒരു പ്രാവശ്യമേ എഴുതാവൂ. എന്നാൽ ഡിജിറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് തന്നെ ആവർത്തിച്ച് എഴുതാം. ഇതിൻ്റെയൊക്കെ ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഈ NPR വരണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒന്ന്, ഒബ്ജക്ട്സ് ഡിഫറൻ്റ് ആയിരിക്കണം. 2, ഒബ്ജക്ട്സ് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുവാൻ പാടില്ല. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ അത് NPR എന്ന സിമ്പൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അല്ലാത്ത കേസുകൾ നമ്മൾ പിന്നീട് കാണും. ഇനി ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആണ് പക്ഷേ റിപ്പീറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതും നമ്മൾ പിന്നീട് കാണും. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒബ്ജക്ട്സ് ഡിഫറൻ്റ് ആയിരിക്കണം,
പിന്നെയോ അറേഞ്ച് ചെയ്യുമ്പോൾ ആവർത്തനം ഉണ്ടാവാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ n ഒബ്ജക്ട്സ് ആണ് ആകെ ഉള്ളത്, ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ് ആണ് ഉള്ളത്. ഒരു സമയത്ത് r എണ്ണം എടുത്താണ് അറേഞ്ച് ചെയ്യുന്നത് എങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ NPR എന്ന് എഴുതുന്നത്. അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം. എന്തിൻ്റെ? ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്, ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം. ഒരു സമയത്ത് r എണ്ണം എടുക്കുന്നു. ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് മാത്രമല്ല, ആൻഡ് ഇഫ് ദ ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്, ഒബ്ജക്റ്റ് ആവർത്തിക്കുന്നുമില്ല, ഈസ് ഡിനോട്ടഡ് ബൈ NPR. അപ്പോൾ ഓർക്കുക, 5p3 എന്ന് കണ്ടാൽ 5 ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. അതിൽ 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. ഒബ്ജക്ട്സ് ഒന്നും തന്നെ ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് 5p3. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ 4 ഒബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. 2 എണ്ണം എടുത്താണ് അറേഞ്ച് ചെയ്തത്. നമ്മൾ ആവർത്തിച്ചില്ല. AB എന്ന് എഴുതിയുള്ളൂ, അല്ല A എന്ന് എഴുതിയില്ല, അല്ലെങ്കിൽ BB എന്ന് എഴുതിയില്ല. ഒബ്ജക്റ്റ് ഒന്നും തന്നെ ആവർത്തിച്ചില്ല. അപ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം ആകെ 4 എണ്ണമാണ് ഉള്ളത്. ഒരു സമയത്ത് 2 എണ്ണമാണ് എടുത്തത്. അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 4p2 ആണ്. നമ്മൾ അറേഞ്ച്മെൻറ്റുകൾ എഴുതി നോക്കിയപ്പോൾ നമുക്ക് കിട്ടി ആ 4p2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര എണ്ണം ഉണ്ട്? 12 ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ 4p2 = 12 എന്ന് പറയാം. ഇപ്പോൾ ഈ 4p2 ആയതുകൊണ്ട് നമുക്ക് എഴുതി നോക്കാൻ പറ്റി, ഇല്ലേ? 4 എണ്ണം എടുത്തിട്ട് 2 എണ്ണം വീതം എടുത്ത് അറേഞ്ച് ചെയ്ത് നോക്കി. ഈ സ്ഥാനത്ത് 7p5 എന്നായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തത്? 7 എണ്ണമുണ്ട്, 5 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ്. സാധിക്കില്ല, ബുദ്ധിമുട്ടെന്നല്ല, പറ്റില്ല എന്ന് തന്നെ പറയാം. വളരെ പ്രയാസപ്പെട്ട് മാത്രമേ 7 എണ്ണം ABCDEFG 7 എണ്ണം എടുത്തു ഒരു സമയത്ത് 5 എണ്ണം എടുത്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസം നേരിടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതുപോലെ എഴുതി നോക്കണ്ട. ഈ 4p2 എഴുതി നോക്കിയതുപോലെ ഇപ്പോൾ നമ്മൾ എഴുതി നോക്കുകയല്ലേ ചെയ്തത്. 4 എണ്ണം എടുത്തിട്ട് 2 വീതം എടുത്ത് AB BA AC CA AD DA BC CB BD DB CD DC ഇങ്ങനെ എഴുതി നോക്കിയിട്ട് എണ്ണി നോക്കിയപ്പോൾ 12 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞു 4p2ൻ്റെ വാല്യൂ 12 ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. ഈ 4p2 ആയതുകൊണ്ട് അബദ്ധം പറ്റിയില്ല. ഈ സ്ഥലത്തൊരു വലിയ നമ്പറൊക്കെ ആണെങ്കിൽ 10p4 എന്നാണെങ്കിൽ നമ്മൾ എഴുതിയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണം കറക്റ്റ് ആവണമെന്നില്ല. കറക്റ്റ് ആക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. ആ ഫോർമുലയാണ് നമ്മൾ അടുത്തതായി ഡെറൈവ് ചെയ്യാൻ പോകുന്നത്, ഫോർമുല ഫോർ NPR. ആ ഫോർമുല ഇതാണ്: NPR = n × n - 1 × n - 2 etc. n - r - 1. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരാം. ആ ഫോർമുലയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് 5p3? 5p3 എന്ന് പറഞ്ഞാൽ ആകെ 5 എണ്ണമുണ്ട്. അതിൽ 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് 5p3. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, 3 എണ്ണം അറേഞ്ച് ചെയ്യുന്നു. 3 എണ്ണം അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് 3 പൊസിഷൻസ്, ഞാൻ 3 ബോക്സ് വരച്ചിട്ടുണ്ട്. 5 എണ്ണം ഉണ്ട്. 5 ലെറ്റർ തന്നെയാണെന്ന് വിചാരിക്കുക, ABCDE, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 5 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. 5 എടുക്കണ്ട, 3 എടുത്താൽ മതി. 3 എണ്ണം അറേഞ്ച് ചെയ്യണം. 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 സ്ഥാനങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിൾ ചിന്തിക്കുക, 5 പേരുണ്ട്. 3 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം. 3 കസേര ഇട്ടിട്ടെന്ന് വിചാരിക്കുക, ആ 3 കസേരയിൽ ഇരുത്തണം എന്ന രീതിയിൽ ചിന്തിച്ചൂടെ, അല്ലേ? 5 പേരുണ്ട്, 3 പേരെ ഒരു സമയത്ത് എടുത്ത് അറേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, ആകെ 5 ആൾക്കാരുണ്ട്, നമുക്ക് 3 കസേര ഇട്ടിരിക്കുന്നു. ഈ 3 കസേരയിലായിട്ട് ഈ 5 പേര് ഇരുത്തണം. 3 കസേരയിൽ ഇരുത്തണമെങ്കിൽ ഒരു സമയത്ത് 3 പേരെയല്ലേ എടുക്കാൻ പറ്റൂ? എത്ര രീതിയിൽ ഇരുത്താൻ പറ്റും? അതല്ലേ ഒരു അറേഞ്ച്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 സാധനങ്ങൾ അല്ലെങ്കിൽ 5 ഒബ്ജക്ട്സിനെ 3 സ്ഥലങ്ങളിൽ ഫില്ല് ചെയ്യുക, 3 പ്ലേസുകളിൽ ഫില്ല് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ 3 കസേരയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അത് 3 പ്ലേസുകൾ ഫില്ല് ചെയ്യുക എന്നല്ലേ. അപ്പം നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് 5 ഡിഫറൻറ്റ് ഓബ്ജക്ട്സ് ടേക്കൺ 3 അറ്റ് എ ടൈം. 5 ഡിഫറൻറ്റ് ഓബ്ജക്ട്സിൽ ഒരു സമയത്ത് 3 എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നതിന് പകരം ഈ 3 സ്ഥാനങ്ങൾ, ഈ 5 ഒബ്ജക്റ്റ് ഉപയോഗിച്ച് 3 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുന്നു. അപ്പോഴുള്ള നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് 3 പ്ലേസസ് യൂസിങ് 5 ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. അങ്ങനെ പറഞ്ഞൂടെ? നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് 3 പ്ലേസസ് യൂസിങ് 5 ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. അങ്ങനെ നമുക്ക് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒന്നാമത്തെ പ്ലേസ് 5 പേരാ ഉള്ള. ഒന്നാമത്തെ പ്ലേസിൽ 5 കസേര, അതിൽ 5 പേരിൽ ആര് വേണമെങ്കിലും ഇരുത്താം. അപ്പോൾ ഒന്നാമത്തെ കസേരയിൽ 5 രീതിയിൽ ഇരുത്താം. 5 പേരുണ്ട്, ഈ 5 പേരിൽ ആര് വേണമെങ്കിലും ഒന്നാമത്തെ കസേര ഇരുത്താം. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം 5 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താ? ഒരാളെ ഇരുത്തി കഴിഞ്ഞു, ഇനി ബാക്കി 4 പേരേ ഉള്ളൂ.
ഈ ഇരുത്തിയ ആളിനെ വീണ്ടും ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ 4 പേരെ ബാക്കിയുള്ളൂ. ഈ 4 പേരിൽ ആരെയും രണ്ടാമത്തെ സ്ഥാനത്തിരുത്താം. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനം 4 രീതിയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തതോ, 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ആളിരുന്ന് കഴിഞ്ഞു. ഇനി 5 പേരിൽ 2 പേര് ഇരുന്ന് കഴിഞ്ഞു. ഇനി 3 പേരെ ബാക്കിയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് 3 പേരെ ഇരുത്താം. അപ്പോൾ അല്ലേ, ഒന്നാമത്തെ സ്ഥാനം 5 രീതിയിലും, രണ്ടാമത്തത് 4 രീതിയിലും, മൂന്നാമത്തത് 3 രീതിയിലും ഫില്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ പഠിച്ചല്ലോ. ഒരു കാര്യം എം രീതിയിലും മറ്റൊന്ന് എൻ രീതിയിലുമാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് എം ഇൻറ്റു എൻ രീതിയിലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് 3ഉം കൂടെ വരുമ്പോഴോ 5 × 4 × 3. അപ്പോൾ 5p3യുടെ വാല്യൂ 5 × 4 × 3. ഞാനിതൊരു എക്സാമ്പിളാണ് കാണിച്ചത് അല്ലേ. 5p3 എന്ന് പറയുമ്പോൾ 5 എണ്ണമുണ്ട്. അതിൽ 3 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. 3 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 3 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്ഥാനം 5 രീതിയിൽ ഫില്ല് ചെയ്യാം. ആരെ ഇരുത്താം, ആരെ വേണമെങ്കിലും ഇരുത്താം, 5 രീതിയിൽ ഫില്ല് ചെയ്യാം. ഒന്നാമത്തെ സ്ഥാനത്ത് ഇരുത്തി കഴിയുമ്പോൾ 4 പേരെ ബാക്കിയുള്ളൂ, രണ്ടാമത് 4 രീതിയിൽ. പിന്നെ 3 പേരെ ബാക്കിയുള്ളൂ, മൂന്നാമത്തെ സ്ഥാനം 3 രീതിയിൽ. അപ്പോൾ 3ഉം കൂടെ ഒരുമിച്ചാകുമ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് 5 × 4 × 3. അപ്പോൾ 5p3യുടെ വാല്യൂ 5 × 4 × 3. ഇതൊരു എക്സാമ്പിളാണ്. ഇതേ രീതിയിൽ നമുക്ക് NPRനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. എന്താ NPR എന്ന് പറഞ്ഞാൽ? NPR എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ r at a time. n ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ഒരു സമയത്ത് r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. അപ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. അപ്പോൾ 6 എണ്ണമാണ് അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 6 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുന്നു എന്ന് പറയാം. എന്തുപയോഗിച്ച്? n ഒബ്ജക്ട്സ് ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് r പ്ലേസസ് യൂസിങ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ്. n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ഉപയോഗിച്ച് 6 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ പ്ലേസ് 6 പ്ലേസുകളുണ്ട്, n ഒബ്ജക്ട്സും ഉണ്ട്. നോക്കാം. ഒന്നാമത്തെ പ്ലേസിൽ n ഒബ്ജക്റ്റിൽ ഏത് വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ ഒന്നാമത്തെ പ്ലേസ് n രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും, n വേസിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സ്ഥാനത്ത് വച്ച് കഴിയുമ്പോൾ ഇനി n സാധനങ്ങൾ ബാക്കിയില്ല, n ഒബ്ജക്ട്സ് ബാക്കിയില്ല, ഒരെണ്ണം കുറഞ്ഞു. ഇനി n-1 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ സെക്കൻഡ് പ്ലേസ് എത്ര രീതിയിൽ പറ്റും? n-1 വേസിൽ പറ്റും. ഇനി സെക്കൻഡ് പ്ലേസ് കൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇനി n-2 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ തേർഡ് പ്ലേസ് നമുക്ക് n-2 രീതിയിൽ പറ്റും. ഒന്ന് പരിശോധിച്ച് നോക്കുക. സെക്കൻഡ് പ്ലേസ് വന്നപ്പോൾ n-1 സെക്കൻഡ് പ്ലേസ് n-1 എന്ന് പറയുന്നത് 2-1 എന്നാണ്. തേർഡ് പ്ലേസ് വന്നപ്പോൾ n-2 എന്ന് പറയുന്നത് 3-1 അപ്പോൾ n-3-1 എന്ന് പറയാം. ഫോർത്ത് പ്ലേസ് ആണെങ്കിൽ n-3 വൈസ് വരും. ദറ്റ് മീൻസ് n-4-1. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 4th പ്ലേസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? n-r-1. ഇവിടെ കണ്ടത് തേർഡ് പ്ലേസിൽ n-2 എന്നാണ്. 2 മീൻസ് 3-1. അപ്പോൾ n-3-1. അതുപോലെ ഇങ്ങോട്ട് പോയാൽ 4th പ്ലേസ് എത്തുമ്പോൾ n-r-1. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് n വൈസിൽ ഫില്ല് ചെയ്യാൻ പറ്റും, സെക്കൻഡ് പ്ലേസ് n-1 വൈസ്, കാരണം ഒരാൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി n-1 എണ്ണമേ ബാക്കിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്ലേസ് n-1 രീതിയിൽ, മൂന്നാമത്തെ പ്ലേസ് n-2 രീതിയിൽ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത്, അതാണ് എക്സെട്രാ ഇട്ടേക്കുന്നത്. കണ്ടിന്യൂ ചെയ്ത് 4th പ്ലേസ് എത്തുമ്പോഴേക്കും n-r-1 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. എങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് മുതൽ 6th വരെയുള്ള പ്ലേസുകൾ ഒരുമിച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ എത്ര രീതിയിൽ പറ്റും? അവിടെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഒരു സ്ഥാനം n രീതിയിലും മറ്റൊരു സ്ഥാനം m രീതിയിലുമാണെങ്കിൽ ഒരുമിച്ച് m × n എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഒരുമിച്ചാണെങ്കിൽ എത്ര പറ്റും? n × n-1 × n-2 എക്സെട്രാ n-r-1. അപ്പോൾ നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് r പ്ലേസസ് എന്നുള്ളതിനെ നമുക്ക് n × n-1 × n-2 എക്സെട്രാ n-r-1 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. ദാറ്റ് ഈസ് n × n-1 × n-2 എക്സെട്രാ n, ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവിടെ -r+1 എന്നാവും, എക്സെട്രാ n-r+1. ഈ നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് r പ്ലേസസ് യൂസിങ് n ഒബ്ജക്റ്റ് ഉപയോഗിച്ച് r പ്ലേസുകൾ ഫില്ല് ചെയ്യുന്ന രീതികളുടെ എണ്ണം, അല്ലെങ്കിൽ അതിനർത്ഥം n സാധനങ്ങൾ ഉപയോഗിച്ച് r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം എന്നതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആകെ n ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു, അപ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ n സാധനങ്ങൾ ഉപയോഗിച്ച് 6 പ്ലേസുകൾ ഫില്ല് ചെയ്യുന്നു. ആ പ്ലേസ് ഫില്ല് ചെയ്യുന്ന നമ്പർ ഓഫ് വേസ്, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് മീൻസ് NPRൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫോർമുല കിട്ടി, NPR = n × n-1 × n-2 എക്സെട്രാ n-r+1. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ n തുടങ്ങി പ്രോഡക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചുള്ളൊരു കാര്യം മനസ്സിലാവും. ആദ്യം n ആണ്, അടുത്ത ഒന്ന് കുറച്ച് n-1 ആയി, അടുത്ത വീണ്ടും ഒന്ന് കുറച്ച് n-2 ആയി. അങ്ങനെ എത്ര സ്ഥാനങ്ങളാണ് ഫില്ല് ചെയ്ത്? 6 സ്ഥാനങ്ങളല്ലേ ഫില്ല് ചെയ്ത്.
ഒന്നാമത്തെ പ്ലേസിലാണ് എൻ, രണ്ടാമത്തെ പ്ലേസിലാണ് n-2, മൂന്നാമത്തെ പ്ലേസിലാണ് n-2, അങ്ങനെ ആർത്ത് പ്ലേസ് എത്തുമ്പോഴേ n-(r-1). അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 6 ഫാക്ടേഴ്സ്, 6 എണ്ണമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ n(n-1) എക്സെട്ര 6 ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. എന്നിൽ തുടങ്ങി ഒന്ന് വീതം കുറച്ച് 6 ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ 6p3 ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതത്രേ ഉള്ളൂ. 6ൽ തുടങ്ങി 3 എണ്ണം എഴുതണം. 6ൽ തുടങ്ങി 3 എണ്ണം, ദാറ്റ് മീൻസ് 6 ഇൻറ്റു ഒന്ന് കുറയ്ക്കുമ്പോൾ 5 ആയി, ഇൻറ്റു 4, 6 ഇൻറ്റു 5 ഇൻറ്റു 4 120. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാം 10p2, 10ൽ തുടങ്ങി 2 എണ്ണം, ദാറ്റ് ഈസ് 10 ഇൻറ്റു 9 90. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വാട്ട് ഈസ് 10p4? 10p4 പറയുമ്പോൾ 10ൽ തുടങ്ങി 4 എണ്ണം എഴുതണം, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് NPR നമുക്ക് എഴുതിപ്പോവാം. NPR എഴുതുന്ന രീതി മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ നമ്പർ ഫോം ചെയ്യുന്ന പ്രോബ്ലം ചെയ്തത്. നമുക്ക് ആ ഫോമില്ല പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അതേ സംഭവം തന്നെയാണ് ഈ തിയറിയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ NPR കാണുന്ന രീതി മനസ്സിലായല്ലോ. എന്നിൽ തുടങ്ങി ഒന്ന് വീതം കുറച്ച് 6 ഫാക്ടേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ 10p2 എന്ന് പറഞ്ഞാൽ 10ൽ തുടങ്ങി 2 എണ്ണം, അപ്പോൾ 10 ഇൻറ്റു 9. ഇപ്പോൾ 10p3 എന്നായിരുന്നെങ്കിൽ 3 എണ്ണം എഴുതണം, 10 ഇൻറ്റു 9 ഇൻറ്റു 8. അപ്പോൾ 10p1 എന്നാണെങ്കിൽ 10 ഒരെണ്ണം എഴുതിയാൽ മതി. ഇതാണ് അതിൻ്റെ NPR കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ NP1 എന്ത് കിട്ടും? n. NP2 ആണെങ്കിലോ n ഇൻറ്റു n-1. NP3 ആണെങ്കിലോ എന്നിൽ തുടങ്ങി 3 എണ്ണം, അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2. NP4 ആണെങ്കിലോ 4 എണ്ണം, അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3. ഇതേപോലെ പോകണം. അപ്പോൾ NP1 ഈക്വൽ ടു അതൊരു ഫോമുലയായിട്ട് ഓർത്ത് വയ്ക്കണം. ഫോർ എക്സാമ്പിൾ 6p1 ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് NPn? NPn ആണെങ്കിൽ എന്നിൽ തുടങ്ങി n എണ്ണം എഴുതണം, അപ്പോൾ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു ഇങ്ങനെ കുറച്ച് n എണ്ണം ആവണമെങ്കിൽ 1 വരെ എഴുതിയാലല്ലേ n എണ്ണം ആവൂ, അല്ലേ? അപ്പോൾ എക്സെട്ര 1 വരെ എഴുതണം. n-1 n-2 ഇങ്ങനെ കുറച്ച് ഇവിടെ വരെ എഴുതണം, 1 വരെ എഴുതണം. NPn ആകുമ്പോൾ എന്നിൽ തുടങ്ങി ഒന്ന് വീതം കുറച്ച് n എണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞോ 10p2 ആകുമ്പോൾ 10ൽ തുടങ്ങി 2 എണ്ണം എന്ന് പറയുന്നത് പോലെ എന്നിൽ തുടങ്ങി n എണ്ണം എഴുതണം. എഴുതണമെങ്കിൽ n മുതൽ 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. n മുതൽ 1 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് n ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പോൾ NPnൻ്റെ വാല്യൂ കിട്ടി n ഫാക്ടോറിയൽ. അപ്പോൾ NPn എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ. ഇതൊരു ഫോമുലയായിട്ട് ഓർത്ത്. NPn എന്ന് പറഞ്ഞാൽ എന്താ? NPR എന്ന് പറഞ്ഞാൽ എന്താ? NPR എന്ന് പറഞ്ഞാൽ ആകെ n എണ്ണമുണ്ട്, 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. ഒരു സമയത്ത് 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. അപ്പോഴുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. അപ്പോൾ എന്താണ് NPn? ആകെ n എണ്ണമുണ്ട്, n എണ്ണവും എടുക്കുന്നു, എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. അതാണ് NPn. അപ്പോൾ NPn എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ. അത് പ്രധാനപ്പെട്ട ഒരു ഫോമുലയാണ്, അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 5 പേരുണ്ട്, നമ്മൾ ഈ 5 പേരെയും അറേഞ്ച് ചെയ്യുന്നു. എത്ര രീതിയിൽ പറ്റും എന്ന് ചോദിച്ചാൽ ആകെ 5 പേരുണ്ട്, 5 പേരെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ 5p5 ആണ്. 5p5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ. 7 പേരുണ്ട്, 7 പേരെയും അറേഞ്ച് ചെയ്യുകയാണ്. എത്രയാണ് അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം? 7p7, 7 ഫാക്ടോറിയൽ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു NP1n ആണെന്ന് പറഞ്ഞു, അതിവിടെ പറഞ്ഞിട്ടുണ്ട് NP1 ഈക്വൽ ടു n. അതിൻ്റെ അർത്ഥം എന്താ? ആകെ n എണ്ണമുണ്ട്, ഒരാളെ അറേഞ്ച് ചെയ്യുന്നു. എത്ര രീതി പറ്റും? n രീതി പറ്റും. NP1 ഈക്വൽ ടു n. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഫോമുലകളാണ്, ഓർത്ത് വെച്ചോളാം. NP1 ഈക്വൽ ടു n ആണ്, പക്ഷേ NPn ഈക്വൽ ടു n ഫാക്ടോറിയൽ ആണ്. ഫോർ എക്സാമ്പിൾ 5p5 ഈക്വൽ ടു 5 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, ദാറ്റ് ഈസ് 120. ഇനി അപ്പോൾ നമ്മൾ NPR കാണുന്ന ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലായി, അല്ലേ? 10p2 കാണാൻ 10ൽ തുടങ്ങി 2 എണ്ണം, 10 ഇൻറ്റു 9. 8p3 ആണെങ്കിൽ 8ൽ തുടങ്ങി 3 എണ്ണം, 8 ഇൻറ്റു 7 ഇൻറ്റു 6. ഇതാണ് കാണുന്ന രീതി. എന്നാൽ അതോടൊപ്പം തന്നെ NPRന് മറ്റൊരു ഫോമുല കൂടിയുണ്ട്, അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഇങ്ങനൊരു ഫോമുല കൂടി NPRന് ഉണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്ന് കൂടി ഒന്ന് പറയാം. എക്സാമിന് ചോദിക്കാറില്ല ഇതിൻ്റെ പ്രൂഫ്. ചോദിക്കാറില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാതിരിക്കരുത്. കാരണം മാത്സ് പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് അത് കൂടുതൽ ക്ലിയർ ആവുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യമില്ലെങ്കിൽ പോലും ഈ പ്രൂഫ് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഗുണമുണ്ട്. എപ്പോഴും മാത്സ് പലപ്പോഴും ടഫാവുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷയ്ക്ക് വേണ്ടി വെറുതെ ഫോമുല പഠിച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു വയ്ക്കും. കാര്യം മനസ്സിലാക്കാതെ പഠിച്ചു വയ്ക്കുന്നതുകൊണ്ടാണ് മാത്സ് പലർക്കും ടഫാകുന്നതും മാത്സ് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റായി മാറുന്നതും. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ രസകരമായൊരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫോമുല പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് ആ ഫോമുലയുടെ പ്രൂഫ് ഒന്ന് കാണാം. ഇപ്പം നമ്മൾ പഠിച്ചു NPRൻ്റെ ഫോമുല. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. എന്തായിരുന്നു NPRൻ്റെ ഫോമുല? ഇവിടെ കണ്ടല്ലോ. എന്തായിരുന്നു? n ഇൻറ്റു
n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര n-r+1. ഇതാണ് NPRൻ്റെ ഫോമുല. നമുക്ക് ആ ഫോമുലയിൽ തന്നെ തുടങ്ങാം. NPR is equal to n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര n-r+1. നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയായി നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേ നമ്പർ കൊണ്ട് ഡിവൈഡും ചെയ്താൽ വാല്യൂ മാറത്തില്ല. ഒരു നമ്പറിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു, വാല്യൂവിനൊരു മാറ്റം ഉണ്ടാവില്ല. കുറേ നമ്പേഴ്സ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ മൾട്ടിപ്ലൈ ചെയ്ത് അതേ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്താൽ മാറത്തില്ല. ഇവിടെ ചെയ്യാൻ പോണത് തന്നെ. ഇവിടെ എന്താ NPR? എന്നിൽ തുടങ്ങി ഒന്ന് കുറച്ചു n-1, വീണ്ടും ഒന്ന് കുറച്ചു n-2, വീണ്ടും ഒന്ന് കുറച്ചു n-3, അങ്ങനെ കുറഞ്ഞ് n-r+1 വരെ വന്ന് നിൽക്കുക. n-r+1 വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇതിൽ നിന്നൊന്ന് കുറച്ച് എന്താ വരിക? n-r+1 നിന്നൊന്ന് കുറച്ചാൽ n-r എന്നാ വരിക. അവിടുന്ന് വീണ്ടും ഒന്ന് കുറച്ചാൽ n-r-1 എന്നാ വരിക. ഇങ്ങനെ കുറച്ച് പോയാൽ n ഒരു നാച്ചുറൽ നമ്പർ അല്ലേ, ആറും ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്. ആകെ n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 6 എണ്ണം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നാച്ചുറൽ നമ്പേഴ്സാണ്. എന്നും നാച്ചുറൽ നമ്പറാണ്, ആറും നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ n-r ഒരു നാച്ചുറൽ നമ്പറാണ്. അവിടുന്ന് n-r+1 ഒരു നാച്ചുറൽ നമ്പറാണ്. അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ n-r, വീണ്ടും ഒന്ന് കുറയ്ക്കുമ്പോൾ n-r-1. അങ്ങനെ നാച്ചുറൽ നമ്പർ കുറച്ച് പോയാൽ എവിടെ നിൽക്കും? 1 എത്തി നിൽക്കും. ഏത് നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ. അപ്പോൾ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എത്തി അവസാനിക്കും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് NPR എന്ന് പറയുന്ന n മുതൽ n-r+1 വരെ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര n-r+1 വരെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയുണ്ട്, മേളിൽ എഴുതിയിട്ടുണ്ട് n ഇൻറ്റു n-r+1 വരെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇതിൽ നിന്നൊന്ന് കുറയ്ക്കുന്ന നമ്പർ n-r അതുകൂടി മൾട്ടിപ്ലൈ ചെയ്തു. വീണ്ടും ഒന്ന് കുറയ്ക്കുന്ന നമ്പർ n-r-1 മൾട്ടിപ്ലൈ ചെയ്തു. വീണ്ടും ഒന്ന് കുറയ്ക്കുന്ന നമ്പർ n-r-2 മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ അത് ലാസ്റ്റ് വന്ന് 2 ഇൻറ്റു 1 വന്ന് അവസാനിക്കും. ഇത്രയും നമ്പേഴ്സ് ആ n-rൽ തുടങ്ങി ഒന്ന് വീതം കുറച്ച് n-r-1, n-r-2 കുറച്ച് അങ്ങനെ 1 വരെയുള്ള നമ്പേഴ്സും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ മാറാതിരിക്കാൻ എന്താണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിനെ ഡിവൈഡ് ചെയ്യുക. ആ n-r ഇൻറ്റു n-r-1 ഇൻറ്റു n-r-2 ഇൻറ്റു എക്സെട്ര 2 ഇൻറ്റു 1 അത് തന്നെ ഡിവൈഡും ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് അതേ ക്വാണ്ടിറ്റി ഡിവൈഡും ചെയ്തു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് ഈ മുകളിൽ? അപ്പോൾ ഇങ്ങനെ ഒരേ ക്വാണ്ടിറ്റിയാണ് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്, അതുകൊണ്ട് വാല്യൂ മാറത്തില്ല. മൾട്ടിപ്ലൈ ചെയ്ത് ഓർക്കണം എന്താണെന്ന്, n-r+1 നിന്ന് അവസാനിച്ചിരിക്കുകയാണ് NPR. അവിടെ ഒന്ന് കുറച്ച് n-r, വീണ്ടും ഒന്ന് കുറച്ച് n-r-1 തുടങ്ങി 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. അതേ നാച്ചുറൽ നമ്പേഴ്സ് ഡിവൈഡും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ പഴയ തന്നെ കിട്ടും, പക്ഷേ ക്യാൻസൽ ചെയ്യത്തില്ല. പകരം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് ന്യൂമറേറ്റർ? n ഇൻറ്റു n-1 ഇൻറ്റു n-1 മീൻസ് n നിന്ന് കുറവ്, n-2 വീണ്ടും ഒന്ന് കുറവ്, n-3 വീണ്ടും ഒന്ന് കുറവ്, അങ്ങനെ കുറഞ്ഞ് n-r+1 കുറഞ്ഞ് വന്നതാ. ദെൻ n-r വീണ്ടും കുറഞ്ഞ് n-r-1 അങ്ങനെ കുറഞ്ഞ് 2 എത്തി 1 അവസാനിച്ചു. എന്ന് പറഞ്ഞാൽ അത് n മുതൽ 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ അത്? അതല്ലേ n-ഫാക്ടോറിയൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ കാണുന്നത് n-ഫാക്ടോറിയലാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ n-rലാണ് തുടങ്ങിയിരിക്കുന്നത്. n-r ഇൻറ്റു n-r-1 ഇൻറ്റു n-rൽ തുടങ്ങി ഒന്ന് വീതം കുറച്ച് പോയി n-r-2 ഇൻറ്റു കുറച്ച് 2 ഇൻറ്റു 1 വരെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അത് n-r ഫാക്ടോറിയലാണ്. ഇപ്പം ന്യൂമറേറ്റർ n ഫാക്ടോറിയലും ഡിനോമിനേറ്റർ n-r ഫാക്ടോറിയലുമാണ്. അപ്പോൾ നമുക്ക് എഴുതാം n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. അങ്ങനെ NPRൻ്റെ ഫോമുല കിട്ടി, n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 10p3? ഈ ഫോമുല ഉപയോഗിച്ച് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ ഉപയോഗിച്ച് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ബൈ 10-3 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 10 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ. 10-3 7 അല്ലേ? 10 ഫാക്ടോറിയൽ ഞാൻ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാ. 7 ഫാക്ടോറിയൽ മീൻസ് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 അത് ക്യാൻസലായിട്ട് പോയിട്ട് 10 ഇൻറ്റു 9 ഇൻറ്റു 8 എന്ന് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിപ്പോൾ കിട്ടിയത് 10 ഇൻറ്റു 9 ഇൻറ്റു 8 എന്താ? ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ 10p3. എന്താ 10p3? 10ൽ തുടങ്ങി 3 എണ്ണം എഴുതണമെന്ന് പറഞ്ഞ 10 ഇൻറ്റു 9 ഇൻറ്റു 8 എന്തെഴുതണം എന്ന് പറഞ്ഞത് അത് തന്നെയാണ് നമുക്ക് ഈ ഫോമുല ഉപയോഗിച്ചപ്പോഴും കിട്ടുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ എന്ന ഫോമുല വേണ്ട. പകരം ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ മാർഗ്ഗം ഉപയോഗിച്ചാൽ മതി. 10p3 കാണാൻ 10ൽ തുടങ്ങി 3 എണ്ണം 10 ഇൻറ്റു 9 ഇൻറ്റു 8. 8p2 8ൽ തുടങ്ങി 2 എണ്ണം 8 ഇൻറ്റു 7. np1 ആണെങ്കിൽ npn ആണെങ്കിൽ n ഫാക്ടോറിയൽ. അത് ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ ഈ ഫോമുല n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ എന്ന ഫോമുല ചില സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരും.
അതിന് വേണ്ടിയിട്ടാണ് ആ ഫോമുല കൂടി ഒന്ന് പഠിച്ചത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില തിയറട്ടിക്കൽ അവസരങ്ങളില്ല, പ്രോബ്ലം ചെയ്യുമ്പോഴല്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ വേണ്ടി വരുന്നില്ല, ചില തിയറട്ടിക്കൽ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഈ ഫോമുല ആവശ്യം വരും. അതിനുവേണ്ടി ഈ NPR = n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ എന്ന ഫോമുല പഠിച്ചു വെച്ചോളാം. പക്ഷേ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ 10p3 ചെയ്യുമ്പോൾ ഈ ചെയ്തതുപോലെ ചെയ്യേണ്ട. ഞാനിപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 10 - 3 ഫാക്ടോറിയൽ എന്ന് എഴുതി, 10 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ എന്ന് എഴുതി, എന്നിട്ട് 10 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ എഴുതി ക്യാൻസൽ ചെയ്തപ്പോൾ 10 × 9 × 8 അങ്ങനെയൊന്നും എഴുതണ്ട. നേരത്തെ പറഞ്ഞ എളുപ്പത്തിൽ അങ്ങ് ചെയ്താൽ മതി. എന്താണ് 10p3 എഴുതാൻ 10ൽ തുടങ്ങി 3 എണ്ണം 10 × 9 × 8. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഈ ഫോമുലയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ഞാൻ പറഞ്ഞു ചില തിയറട്ടിക്കൽ സന്ദർഭങ്ങളിലേക്ക് വേണ്ടിയാണ് ഈ ഫോമുല. ഈ പ്രൂഫ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, കാരണം സിലബസിലുള്ളൊരു സാധനം ആർക്കും ചോദിക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടില്ല, ഒരു 10 വർഷത്തോളമായിട്ട് തന്നെ ചോദിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് സാധ്യത കുറവാണെന്ന് പറയുന്നത്. എങ്കിലും പഠിക്കാൻ പറ്റുന്നവരത് പഠിച്ചു വയ്ക്കുക. വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഫോമുല പ്രൂഫ് പഠിക്കേണ്ട, ഫോമുല മാത്രം പഠിച്ചു. ഫോമുല പഠിക്കണം, ഫോമുലയുടെ പ്രൂഫിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ പ്രൂഫ് ഒഴിവാക്കി ഫോമുല മാത്രം പഠിച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു NPN = n ഫാക്ടോറിയൽ ആണെന്ന്. നമ്മൾ ഇപ്പോൾ പഠിച്ച ഫോമുല വെച്ച് NPN എന്ന് എഴുതി നോക്കാം. NPR = n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ എന്നാണ്. NPN = n ഫാക്ടോറിയൽ ബൈ n - n ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. ഒരു കാര്യം ശ്രദ്ധിക്കുക, NPN n ഫാക്ടോറിയൽ ആണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ട കാര്യമാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ എന്ന ഈ 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ n ഫാക്ടോറിയൽ ബൈ 1 എന്ന് എഴുതി ആൻസർ n ഫാക്ടോറിയൽ എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോമുല NPN = n ഫാക്ടോറിയൽ എന്ന ഫോമുല കിട്ടണമെങ്കിൽ ഈ 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഫോമുലയ്ക്ക് കുഴപ്പം വരും. ഈ ഫോമുല ആ ഒരു സന്ദർഭത്തിൽ NPR = n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ എന്ന ഫോമുല ആറിൻ്റെ സ്ഥാനത്ത് n തന്നെ വരുമ്പോൾ ഫോമുല സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ 0 ഫാക്ടോറിയൽ 1 ആയാലേ പറ്റൂ. അതുകൊണ്ട് ആ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ 0 ഫാക്ടോറിയൽ = 1 എന്ന ഡിഫൈൻ. ഞാൻ നേരത്തെ 0 ഫാക്ടോറിയൽ = 1 എന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഡിഫൈൻ നിങ്ങൾക്ക് തന്നെ ഒരു അമ്പരപ്പ് തോന്നും. അതെന്തിനാണ് ഈ 0 ഫാക്ടോറിയൽ 1 ആവുന്നത്? 2 ഫാക്ടോറിയൽ 2 × 1, 3 ഫാക്ടോറിയൽ 3 × 2 × 1, 4 ഫാക്ടോറിയൽ 4 × 3 × 2 × 1, 1 ഫാക്ടോറിയൽ 1, അതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ 0 ഫാക്ടോറിയൽ = 1 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നി, ഈ സാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തൊക്കെയോ മണ്ടത്തരം പറയില്ലേ, ഈ 0 ഫാക്ടോറിയൽ എങ്ങനെ 1 ആവുന്നത് എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ 0 ഫാക്ടോറിയലിനെ 1 ആയി ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഈ ഒരു ഫോമുലയെ ശരിയാക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്തൊരു സംഭവമാണ്. കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ അത്ര കടന്ന് ചിന്തിക്കാൻ ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ എത്തി മാത്സൊക്കെ വളരെ ഡീപ്പായിട്ടൊക്കെ പഠിക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ: 1 NPRൻ്റെ ഫോമുല n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. 2 NPR പ്രോബ്ലം ചെയ്യാൻ NPRന് ഈ ഫോമുല നമ്മൾ ഉപയോഗിക്കത്തില്ല. എളുപ്പവഴി എന്താണ്? 10p3 എന്ന് പറഞ്ഞാൽ 10ൽ തുടങ്ങി 3 എണ്ണം എഴുതും. 10 × 9 × 8. 8p2 എന്നാണെങ്കിൽ 8ൽ തുടങ്ങി 2 എണ്ണം 8p2. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. ദെൻ NP1 അത് n ആണെന്ന് ഓർത്ത് വയ്ക്കണം. NPN അത് n ഫാക്ടോറിയൽ ആണെന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ ഓർക്കേണ്ടത് എന്താണ് NPR എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഓർമ്മയാണ്. NPR എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ്. അതാണ് പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട കാര്യം. അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. എന്ത് അറേഞ്ച്മെൻറ്റ്? ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ്, ഒരുപോലുള്ള ഒബ്ജക്ട്സ് അല്ല, ഡിഫറൻ്റ് ആയിട്ടുള്ള n ഒബ്ജക്ട്സ്. അതിൽ 6 എണ്ണം ഒരു സമയത്ത് എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. റെപ്പറ്റീഷൻ ഇല്ല എങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മൾ NPR എന്ന് എഴുതുന്നത്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. ഡിഫറൻ്റ് ഒബ്ജക്ട്സ് ആയിരിക്കണം. ഡിഫറൻ്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നമുക്ക് NPR ഉപയോഗിക്കത്തില്ല. ഇനി റെപ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമ്മൾ NPR ഉപയോഗിക്കത്തില്ല. ഡിഫറൻ്റ് ഒബ്ജക്ട്സ് ആയിരിക്കണം, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആകെ n എണ്ണമുണ്ട്, അറേഞ്ച്മെൻറ്റിന് എടുക്കുന്നത് 6 എണ്ണമാണ്. അപ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. ഇപ്പം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ 5 പേരുണ്ട്, ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്, അതിനുവേണ്ടി 3 കസേര ഇട്ടിട്ടുണ്ട്, ഈ 3 കസേരയിൽ ഇരുത്തണം. 5 പേരാണുള്ളത്, 3 കസേര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു സമയത്ത് 3 പേരെ ഇരുത്താൻ പറ്റൂ. അപ്പോൾ അതൊരു അറേഞ്ച്മെൻറ്റാണ്. നിങ്ങൾ 5 ഡിഫറൻ്റ് ആൾക്കാരാണ്, അതിൽ 3 പേരെ ഇരുത്തുന്നു. ഒരാളെ നമുക്ക് ആവർത്തിച്ചിരുത്താൻ പറ്റില്ലല്ലോ, അപ്പോൾ ആവർത്തനവും ഇല്ല. അപ്പോൾ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 5p3 ആണ്.
പക്ഷേ ഇത് നമ്പറിൻ്റെ പ്രോബ്ലം വരും, നമ്പേഴ്സിൻ്റെ പ്രോബ്ലം ചോദിക്കും. ഒരു 2 3 4 5 6 ഡിജിറ്റ്, 2 3 4 5 6 5 ഡിജിറ്റുകളുണ്ട്. ഇതുപയോഗിച്ച് ഒരു 3 അക്ക സംഖ്യ ഉണ്ടാക്കണം, 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. അവിടെ ഒരു നമ്പർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ്, നമ്പറുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഡിജിറ്റ് ഡിഫറൻറ്റാണ്. അപ്പോൾ ചോദിക്കും ആവർത്തിക്കാമോ, ആവർത്തിക്കാൻ പാടില്ലേ? നമ്മളോട് പറയുകയാണ് ഡിജിറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് NPR ഉപയോഗിക്കാം. പക്ഷേ ഡിജിറ്റുകൾ ആവർത്തിക്കാം എന്ന് പറയുന്നിടത്ത് NPR ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഓർക്കേണ്ടത്. ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറയുന്നിടത്ത് NPR ഉപയോഗിച്ചൂടാ. ഡിജിറ്റ്സ് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് മാത്രമേ NPR ഉപയോഗിക്കൂ. ഇതുപോലെ ലെറ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വരും. ഇക്വേഷൻ എന്ന വേർഡിലെ ലെറ്റേഴ്സിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ആ വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണോ എന്ന് നോക്കണം. ഡിഫറൻറ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ NPR ഉപയോഗിക്കാൻ പറ്റൂ. സെയിം വന്നാൽ പറ്റില്ല. അപ്പോൾ മലയാളം എന്ന വേർഡ് അവിടെ MALAYALAM ഡിജിറ്റ്സ് ഡിഫറൻ്റ് അല്ല, ഒരേ ലെറ്റർ വീണ്ടും വീണ്ടും വരികയാണ്, ഡിഫറൻറ്റ് ലെറ്റേഴ്സ് അല്ല. അവിടെ നമുക്ക് NPR പറ്റില്ല. ഒബ്ജക്ട്സ് ഡിഫറൻ്റ് ആയിരിക്കണം, റെപ്പറ്റീഷൻ പാടില്ല. ഈ സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് NPR പറ്റുകയുള്ളൂ. നോക്കണം ആ NPRൻ്റെ ഫോമുലയും NP1 = n ആണെന്നും NPN = n ഫാക്ടോറിയൽ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. NPN = n ഫാക്ടോറിയൽ. ഇനി അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഈ ഡിഫറൻറ്റ് ഓബ്ജക്ട്സ് ആണ് പക്ഷേ ഡിജിറ്റ് ആവർത്തിക്കാമെന്നാണെങ്കിലോ? അവിടെ നമ്മൾ NPRൻ്റെ ഫോമുല എഴുതിയ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ NPRൻ്റെ ഫോമുല പറഞ്ഞപ്പോൾ നമ്മൾ 6 സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫസ്റ്റ് പ്ലേസ് n രീതിയിൽ പറ്റും, സെക്കൻഡ് പ്ലേസ് n-1 രീതിയിലേ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാര്യം എന്താ? ഫസ്റ്റ് പ്ലേസിൽ ഒരെണ്ണം ഉപയോഗിച്ചു, റെപ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന് വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി n-1 ഉള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് പ്ലേസ് n-1 രീതിയിലാവുന്നത്. അപ്പോൾ 2 ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇനി n-2 ഉള്ളൂ. അതുകൊണ്ടാണ് തേർഡ് പ്ലേസ് n-2 രീതിയിലാവുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഉപയോഗിക്കുക. റെപ്പറ്റീഷൻ ആകാമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ നമ്പർ ഫോം ചെയ്യുന്ന കേസ് തന്നെ 5 ഡിജിറ്റ് തന്നിരിക്കുന്നു, 2 3 4 5 6 5 ഡിജിറ്റ് തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം, നമ്പേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ് എന്നാണ് പറയുന്നതെങ്കിലോ അവിടെ ഒന്നാമത്തെ പ്ലേസ് n രീതിയിൽ ഫില്ല് ചെയ്തു, രണ്ടാമത്തെ പ്ലേസ് അതും n രീതിയിൽ ഫില്ല് ചെയ്യാം. കാരണം റെപ്പറ്റീഷൻ ആവാം എന്ന് പറയുക. ആവാമെന്ന് പറയുമ്പോൾ ഈ ഫില്ല് ചെയ്തതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ രണ്ടാമത്തതും n രീതിയിൽ തന്നെയാണ്, മൂന്നാമത്തതോ അതും n രീതിയിൽ തന്നെയാണ്, നാലാമത്തതോ അഞ്ചാമത്തോ അങ്ങനെ അങ്ങനെ 4th പ്ലേസ് വരെ എല്ലാം n രീതിയിൽ തന്നെ. അപ്പം നമ്പർ ഓഫ് ഫേസ് എന്ത് വരും? ഇവിടെ പോലെ n×n-1 എക്സെട്ര അല്ല വരുന്നത്, എല്ലാം n തന്നെ വരും. n×n×n അങ്ങനെ എക്സെട്ര n എന്ന് വരും. n r പ്രാവശ്യം വരും. അപ്പോൾ n⁻⁻⁴ എന്ന് വരും. അതാണ് വ്യത്യാസം. അതാണ് ഇവിടെ നോക്കുക. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n different objects taken r at a time when repetitions are allowed is equal to n etc. n അങ്ങനെ r factors r പ്രാവശ്യം അത് n⁻⁴. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ രണ്ടിടത്തും പഠിച്ചത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. പക്ഷേ അതിൽ റെപ്പറ്റീഷൻ പാടില്ല എങ്കിൽ, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണ് എങ്കിൽ n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യുന്നു, ടേക്കൺ r അറ്റ് എ ടൈം, ഒരു സമയത്ത് r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. n ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് ഒരു സമയത്ത് r എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ റെപ്പറ്റീഷൻ പാടില്ല എങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം NPR ആണ്. പക്ഷേ റെപ്പറ്റീഷൻ ആകാമെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം n⁻²r ആണ്. നേരത്തെ പറഞ്ഞ പോലെ 5 എണ്ണമുണ്ട്, 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. റെപ്പറ്റീഷൻ ആകാമെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം റെപ്പറ്റീഷൻ പാടില്ല എങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 5p3 ആണ്. പക്ഷേ റെപ്പറ്റീഷൻ ആകാമെങ്കിൽ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 5⁻³ ആണ്. NPR റെപ്പറ്റീഷൻ ഇല്ലെങ്കിൽ NPR, റെപ്പറ്റീഷൻ ആകാമെങ്കിൽ n⁻²r. 2 എണ്ണം പഠിച്ചു. ഇനി ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഈ കേസിൽ രണ്ടിടത്തും ഡിഫറൻറ്റ് ഒബ്ജക്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഡിഫറൻ്റ് അല്ല, സെയിം ഒബ്ജക്ട്സ് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം എന്ന വാക്കിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നു, അതവിടെ സെയിം ഒബ്ജക്ട്സാണ്. അവിടുത്തെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം നമ്മൾ ഈ 2 ചെയ്തതിൻ്റെ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എല്ലാം ഡിഫറൻറ്റ് ഒബ്ജക്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. പക്ഷേ അതിൽ 2 തരം കേസുണ്ട്. ഒന്ന് റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്, അത് അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം NPR. 2 റെപ്പറ്റീഷൻ അലൗഡ്, അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം n⁻²r. അപ്പോൾ ഈ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ രണ്ട് ക്ലാസ്സും കണ്ട് അതിൻ്റെ തിയറി നന്നായി മനസ്സിലാക്കി വെക്കുക. നന്നായി മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.